എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പുതിയൊരു ഉപ്പ് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വെണ്ടയ്ക്ക വന്നു. എൻ്റെ പാല് എൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ തന്നെ ഓർഡർ ചെയ്താൽ വെണ്ടയ്ക്ക കിട്ടും. ഓർഗാനിക് ആണെന്നാണ് പറയുന്നത്. അവരിങ്ങനെ വട്ടയിലൊക്കെ വെച്ച് ഇങ്ങനെയാണ്, പ്ലാസ്റ്റിക്കിലൊന്നും അവർ തരത്തില്ല. ഇങ്ങനെയാണ് അവർ ഇങ്ങനെ വെണ്ടയ്ക്കയും ചീരയും എല്ലാം തരുന്നത്. കുറച്ച് എല്ലാ പച്ചക്കറിയൊന്നും കിട്ടത്തില്ല. വെണ്ടയ്ക്ക, ചീര, അങ്ങനെയുള്ള തക്കാളി, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ അവിടെ അതിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് വെണ്ടയ്ക്ക. പിന്നെ ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിക്കകത്തേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പൊടിയിടുന്നത്. കാരണം അപ്പോൾ മിക്സിയിൽ ഒട്ടിപ്പിടിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഈ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ട് നമ്മളിത് കറക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചത് കഴിയാൻ ഇച്ചിരി പാടില്ല. പക്ഷേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പാടില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. തേങ്ങ അരഞ്ഞു പോകാതെ ഇച്ചിരി കടിക്കാൻ കിട്ടുന്നതാണ് കുറച്ച് നല്ലത്. പിന്നെ അവരവരുടെ താല്പര്യം അനുസരിച്ച് അത് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർക്കാം, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, ഇതൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗോതമ്പ് തന്നെ ദോശ എടുക്കുന്നതിലും കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് മിക്സിയിൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുക. ഗോതമ്പ് ദോശയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഗോതമ്പ് ദോശയ്ക്ക് ഇച്ചിരി വെള്ളം കൂടിയിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. എന്നാലേ അത് എന്ന് വെച്ചാൽ ഒത്തിരി കൂടുതലാവല്ല, കുറച്ചൊരു, അല്ലെങ്കിൽ അങ്ങ് കട്ടിയായിപ്പോവും. ഇച്ചിരി വെള്ളം ഉള്ളതാണ് എൻ്റെ ഒരു ഇതിൽ നല്ലത്. അല്ലെങ്കിൽ ഇച്ചിരി കട്ടി തോന്നിക്കും എന്നാണ് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഞാൻ ദോശക്കല്ല് വെച്ചു, എണ്ണയൊക്കെ പുരട്ടി ചൂടായപ്പോഴത്തേനും ഗോതമ്പ് ദോശയ്ക്ക് മാവ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ കടിക്കാൻ ഈ തേങ്ങ കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് അങ്ങ് നന്നായിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ഒരു ടേസ്റ്റ് വായിക്കുള്ളൂ, മാവിൻ്റെ കൂടെ അങ്ങ് അരഞ്ഞ് ചേർന്നോളൂ. പിന്നെ ഞാൻ നെയ്യൊന്നും തൂക്കത്തില്ല. നിങ്ങൾ ആവശ്യം പോലെ നെയ്യൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ നെയ്യൊന്നും തൂക്കത്തില്ല. ഇങ്ങനെ ചുമ്മാ ചുട്ടെടുക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് തേങ്ങ തേങ്ങ പൊട്ടിച്ച് തിരുമിയത് ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തിരുമാനും വയ്യാത്തത് കൊണ്ട് ഞാനതിങ്ങനെ കുത്തി ഇളക്കി എടുക്കുകയാണ്. 2 പേർക്ക് മതിയല്ലോ, അപ്പോൾ കുറച്ച് മതി. അപ്പം അത് ഇളക്കി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിക്കകത്തിട്ട് അങ്ങ് അരച്ചെടുക്കും. സാധാരണ നമ്മുടെ ചമ്മന്തി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കടുക് പോലും വറുക്കുന്നില്ല. അപ്പം അതെല്ലാം കുത്തിയെടുത്ത് ഇളക്കി വെച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിടുകയാണ്. എന്നിട്ട് അതിൽ പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒരു 2-3 കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, അല്ലാതെ കടുക് വറക്കുന്നില്ല. നമ്മുടെ ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാ, ഉച്ചത്തേക്കുള്ളത് കട്ട് ചെയ്ത് അങ്ങ് വെക്കുകയാണ് സമയമുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.